കുറച്ച് ദിവസമായിട്ടേ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എമ്പുരാനെ 27 എത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ അതിൻ്റെ ഓവർസീസ് റൈറ്റ് വിറ്റില്ല, OTT അവകാശം വിറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പല കിംവദന്തികളും പലരും പടച്ചു വിട്ടു. അപ്പം ലാലേട്ടൻ്റെ എന്താ പറയുന്നത്, സ്ഥിരം വിമർശകരാണ് ഇങ്ങനെയുള്ള. ലാലേട്ടൻ്റെ മാർക്കറ്റൊക്കെ തകർന്നു തരിപ്പണമായി. ലാലേട്ടൻ്റെ ചിത്രം ഇപ്പം ആർക്കും വേണ്ട, തിയേറ്ററുകാർക്കും വേണ്ട, OTTക്കും വേണ്ട, സാറ്റലൈറ്റും വേണ്ട, ഒന്നിനും വേണ്ടാത്ത അവസ്ഥയിലാണ്. ഇപ്പം ഈ പറയുന്ന ചില മഹാന്മാരുടെയൊക്കെ ചിത്രം ഇപ്പോഴും പെട്ടിയിലിരിക്കുകയാണ്, OTTക്കും വേണ്ടാതെ എന്നുള്ളത് വേറൊരു സത്യം. അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനു ചർച്ച ചെയ്യുന്നത് അല്ലേ? എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററിൽ എത്തുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു 5:45 തിയേറ്ററിൽ എത്താനാണ് സാധ്യത. പക്ഷേ ലാലേട്ടൻ രാവിലെ തന്നെ അങ്ങനെ നീ ഇപ്പം രസിക്കണ്ട, നീ ഇപ്പം അങ്ങനെ അങ്ങ് സൂഹിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം 6 മണിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലൊട്ടാകെ ലോകമെമ്പാടും 6 മണിക്ക് ഈ ചിത്രം റിലീസ് ചെയ്യും എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ 710 തിയേറ്ററുകളാണ് ആണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 710 തിയേറ്ററിൽ 6 ഷോ വെച്ചാണെങ്കിലും 400-4000 ഷോയ്ക്ക് മുകളിൽ ഇത് കളിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെയെങ്കിൽ ലിയോ മോനെ നിൻ്റെ കാര്യം പോക്കാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ഇത് ഒരു പോസിറ്റീവ് റിവ്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയാനുമില്ല അല്ലേ? ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ തിയേറ്റർ ഉടമകളുമൊക്കെ എല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. തിയേറ്റർ വ്യവസായം വളരെയധികം പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ പറഞ്ഞാൽ, അപ്പം അവരെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ എമ്പുരാൻ എന്ന ചിത്രം മാർച്ച് 27 6 മണിക്ക് തിയേറ്ററിൽ എത്തുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ഇന്ന് രാവിലെ ഒരു പോസ്റ്റർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. രാജ്യത്തിനും പൃഥ്വിരാജും എല്ലാം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വൈറ്റും ഇട്ടുകൊണ്ടിരിക്കുന്ന ലാലേട്ടനെ, ഡാർക്കിൽ നിന്ന് വൈറ്റിലേക്ക്, ഇരുട്ട് ഇറങ്ങിയിട്ട് അത് വൈറ്റിലേക്ക് മാറുന്ന ലാലേട്ടനെ, അപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ട് മാറുന്ന ലാലേട്ടൻ. അപ്പം ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ലാലേട്ടനെ കാത്തിങ്ങനെ നിൽക്കുന്നതും അതുപോലെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന ലാലേട്ടനെയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം വ്യക്തമാണ് ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയവും പണ്ട് ഖുറേഷി എബ്രഹാം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കാം കാണിക്കുന്നത്. അപ്പം തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താണെന്നറിയാനുള്ളൊരു ആകാംക്ഷ, അത് എനിക്ക് തോന്നുന്നു ഇത്രയും നാളൊന്നും നമുക്കുണ്ടായിട്ടില്ല. പല ചിത്രങ്ങളിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ചില കണക്കുകൂട്ടലൊക്കെ നടത്തും, എന്നാലും ഇത്രമേലൊരാകാംക്ഷ ഈ ചിത്രത്തെ എനിക്ക് തോന്നി. ഈ കുറച്ച് നാളായിട്ട് ഈ 2 ആഴ്ചയായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഇതെന്താ ഇവർ റിലീസിങ് ഡേറ്റ് മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നെങ്കിലും അതെല്ലാം ഒരു പോസിറ്റീവായിട്ടാണ് ഈ ചിത്രത്തിന് മാറിയിരിക്കുന്നത്. കാരണം അവർ അപ്ഡേറ്റ് ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് അപ്ഡേറ്റുകൾ ഇട്ടുകൊണ്ടേയിരുന്നു. സ്റ്റീഫൻ എത്തുമോ, മാർച്ച് 27 ലൈക്ക് അബിൻ മാറുന്നു, പകരം ആര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പല യൂട്യൂബ് ചാനലുകളും ഇങ്ങനെ നിരന്തരം ചർച്ച ചെയ്ത് ഇത് ലൈവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ചിത്രത്തിന് ഏറ്റവും കൂടെ പ്രയോജനം ചെയ്തു എന്ന് തോന്നുന്നു. ഇനിയും എന്താണ് 16 ഇനിയും 11 ദിവസം മാത്രം. ഇപ്പം 11ാമത്തെ ദിവസം വരെ ഇത് ലൈവായിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയിൽ പാതിരാത്രി 2 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ ഒരു പോസ്റ്റർ ഇട്ടത്, എത്തുന്നുണ്ട് അവൻ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഇട്ടു. അപ്പോൾ ഇന്നലെയും കണ്ടു, ഇന്ന് തന്നെ പുതിയൊരു പോസ്റ്ററുമായിട്ട് അവർ രംഗപ്രവേശം, അത് രാവിലെ തന്നെ എത്തി. അപ്പം ട്രെയിലറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച തന്നെ നിശ്ചയമായിട്ടും ഉണ്ടാകാം എന്ന് തോന്നുന്നു. അത് കേരളത്തിലാകാൻ സാധ്യതയില്ല. ഇതിൻ്റെ ഫംഗ്ഷൻ, ട്രെയിലറുമായിട്ടുള്ള ഫംഗ്ഷൻ കേരളത്തിലാകാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ബോംബെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാകാം. ബോംബെ ആകാനാണ് സാധ്യത കൂടുതൽ. കാരണം അവിടുത്തെ മികച്ച താരങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി തന്നെയായിരിക്കാം ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ വെടിക്കെട്ടിന് തീഴി കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാലപ്പടക്കം ഇങ്ങനെ തുടങ്ങി, പിന്നെ അങ്ങനെ പോകുമല്ലേ. അപ്പം എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങളും വാർത്തകളും ഒക്കെ സ്ഥിരം ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഓവർസീസ് അവകാശം 30 കോടി രൂപയ്ക്ക് വിറ്റുപോയി എന്നുള്ള ഒരു വാർത്ത ഞാൻ ഇന്നലെ പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു OTT അവകാശം അത് 50 കോടി രൂപയ്ക്ക് മുകളിൽ ആമസോൺ ഓഫർ വന്നിട്ടുണ്ട്.
അതിന് കൊടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നാളിന് മുമ്പാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സത്യമാണെന്ന് ബോധ്യമായല്ലോ. അപ്പം അത് ലൈക്ക 90 കോടിയോളം ചോദിച്ചു എന്നുള്ള വാർത്ത പിന്നെ വന്നായിരുന്നു. അതിനുശേഷം ആശീർവാദിന് 70 ആണെങ്കിലും വിൽക്കാൻ തയ്യാറാണ് എന്ന് ആശീർവാദം പറഞ്ഞതായിട്ട് പറയുന്നു. അപ്പം അങ്ങനെയെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം 100 കോടിക്ക് മുകളിൽ ഈ എന്താ പറയുന്നത് OTT അവകാശവും അതുപോലെ തന്നെ ഓവർഫീഫ് അവകാശം കൊണ്ട് തന്നെ 100 കോടിക്ക് മുകളിലുള്ള ബിസിനസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മൾ അന്നേരം തന്നെ പറഞ്ഞിരുന്നു 100 കോടിക്ക് മുകളിൽ ഏകദേശം ഇത് ബിസിനസ് നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അപ്പോൾ സാറ്റലൈറ്റ് അതുപോലെയുള്ള അവകാശങ്ങൾ, പിന്നെ റൈറ്റ്സ്, ഇത് അന്യഭാഷ റൈറ്റ്സ്, ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഈ ഇതിൻ്റെ മുടക്ക് മുതൽ ഇപ്പം തന്നെ തിരിച്ചു പിടിക്കാനുള്ള സാധ്യത നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ ഗോകുലം ഗോപാലൻ ഈ ചിത്രം കണ്ടു കാണും. ആ കണ്ടതിന് ശേഷമാണല്ലോ അദ്ദേഹം ഒരു നിലപാടെടുത്തത്. അതുപോലെ ലൈക്ക പിന്മാറിക്കഴിഞ്ഞപ്പം ചിലവരൊക്കെ കമൻറ്റ് പറയുന്നത് കേട്ടു, ലൈക്ക കണ്ടു പടം പൊട്ടും എന്നറിഞ്ഞുകൊണ്ടാണ് അവർ പിന്മാറിയത്. ലൈക്കയുടെ കാര്യമേ ഒന്നും പറയാതിരിക്കാൻ. വിടാമുയർച്ചി എന്ന് പറയുന്ന അജിത്തിൻ്റെ ചിത്രം ലൈക്ക നിർമ്മിച്ച ചിത്രമാണല്ലോ, അവർ കണ്ടതാണല്ലോ, എന്നിട്ട് തിയേറ്ററിൽ തികഞ്ഞ പരാജയമായിപ്പോയില്ലേ. അപ്പോൾ അവർ തുടർച്ചയായിട്ട് എടുക്കുന്ന പടങ്ങളെല്ലാം അവർ കണ്ടാണ് പടം റിലീഫ് ചെയ്യുന്നത്. വളരെ പ്രതീക്ഷയോടാണ് റിലീഫ് ചെയ്യുന്നത്. അതെല്ലാം പൊട്ടി പാളിഷായിപ്പോയി. ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ലൈക്ക പോയതുകൊണ്ട് ഇതിൻ്റെ ശനിദശ മാറിയെന്നും പറയുന്നുണ്ട്. അതൊരു പക്ഷേ സത്യമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം ലൈക്കയുടെ കുറച്ച് നാളുള്ള പടങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തികഞ്ഞ പരാജയമാണ്. ലാസ്റ്റ് ഇറങ്ങിയ അജിത്തിൻ്റെ ചിത്രം വരെ തികഞ്ഞ പരാജയമാണ് ലൈക്കയ്ക്ക് നേടിക്കൊടുത്തത്. അപ്പം ലൈക്ക ഇതിനകത്തു നിന്ന് പോയി കഴിയുമ്പോൾ ലൈക്കയുടെ ശനിദശ എമ്പുരാനെ ബാധിക്കത്തില്ല എന്ന് തന്നെ തോന്നുന്നു. അതുപോലെ തന്നെ ഒരു മലയാളി പ്രൊഡ്യൂസർ, അതും ശ്രീ ഗോകുലം ഗോപാലിനെ പോലുള്ള ഒരു വ്യക്തി ഇതിനകത്ത് വന്നത് നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലേ. നമ്മുടെ മലയാളി തന്നെയല്ലേ, മലയാളി മാമൻ തന്നെ വരുന്നതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ എമ്പുരാനെ രക്ഷിക്കാൻ തമ്പുരാൻ എത്തി എന്നുള്ള ക്യാപ്ഷനുമായിട്ടാണ് പല യൂട്യൂബ് ചാനലുകളും ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തത്. എനിക്കത് സന്തോഷം തോന്നി. കാരണം ശ്രീ ഗോകുലം ഗോപാലിൻ്റെ ചിത്രങ്ങളെല്ലാം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ചില ക്ലാസ് ചിത്രങ്ങൾ, ഒരു കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചിത്രങ്ങൾ. അദ്ദേഹം അന്യഭാഷയിൽ നിന്നൊക്കെ പല ചിത്രങ്ങളും വിതരണത്തിനും എടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഏകദേശം 4 മണി പ്രേക്ഷകരുടെ അഭിലാഷം അനുസരിച്ചാണ് അദ്ദേഹം പലപ്പോഴും ചിത്രങ്ങൾ വിതരണത്തിനെടുക്കുകയും ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്ത് എങ്ങനെയും കാശിയെടുക്കുക എന്നുള്ള, പരമാവധി തിയേറ്ററിൽ നിന്ന് ആദ്യ ദിനം തന്നെ കളക്ഷൻ ഒപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രം. അത് ഇവിടെയും പയറ്റുമെന്ന് 100% ഉറപ്പാണ്. അപ്പം കേരളം ലോക്കാണ്, സിനിമാ മേഖല മൊത്തം മാർച്ച് 27 ലോക്കാണ്. എല്ലാവരുടെയും ഒറ്റ കണ്ണുകൾ സഞ്ചരിക്കും 27-ന്. അത് എമ്പുരാനിലേക്കാണ് എന്ന് 100% ഉറപ്പാണ്. അത് ലാലേട്ടനെ വിമർശിക്കുന്നവരും ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവരും എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾക്കും എല്ലാം തന്നെ ഒരേപോലെ കണ്ണു നട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. അത് ഇതുപോലൊരു ചിത്രം മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ഈ ഓവർഫീഫ് അവകാശത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഇതിന് 2ാം സ്ഥാനത്ത് നേരത്തെ തന്നെ ഒരു മലയാള സിനിമ ഓവർഫീഫ് റൈറ്റ്സും പ്രകാരം 1ാം സ്ഥാനത്ത് എത്തിയത് 2 ചിത്രങ്ങളാണ്. ഒന്ന് അറബിക്കടലിൻ്റെ മരക്കാറ്, അതുപോലെ തന്നെ മറ്റൊന്ന് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ ചിത്രം. അത് രണ്ടും 14 കോടിക്കായിരുന്നു വിറ്റത്. പക്ഷേ കോഡും ഒക്കെ ആയിട്ട് സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് 2 കോടി കുറച്ചാണ് മരക്കാറിന് കിട്ടിയത്. അതുകൊണ്ടാണ് 2ാം സ്ഥാനത്ത് കിങ് ഓഫ് കൊത്ത വന്നത്. അതും തികഞ്ഞ പരാജയമായിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഇരട്ടിയുടെ റൈറ്റ്സിനാണ് ഇത് വിറ്റ് പോയിരിക്കുന്നത് എന്നറിയുമ്പോഴേ ഇതിൻ്റെ ഒരു ആകാംക്ഷ എന്ന് വല്ലാത്ത വലുതാണ്. ഇതിൻ്റെ വൈബ് ഒരു വല്ലാത്ത വൈബാണ്. കാരണം 30 കോടി രൂപ 2ാം സ്ഥാനത്ത് ഇരിക്കുന്ന കിങ് ഓഫ് കൊത്ത, അറബിക്കടലിൻ്റെ മരക്കാർ എന്ന് പറയുന്ന ചിത്രങ്ങളെല്ലാം 14 കോടി രൂപ മാത്രമേ നേടിയിട്ടുള്ളൂ. അപ്പം മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തുകയ്ക്കാണ് ഇത് പോയിരിക്കുന്നത്. ഇതൊക്കെ ഈ തുകയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അജിത്തിന് നമ്മുടെ തമിഴ് വലിയ ചിത്രങ്ങൾ, വിജയുടെ ചിത്രങ്ങളൊക്കെ 60-50 കോടി രൂപയ്ക്കൊക്കെ പോയി എന്ന് നമ്മൾ. അപ്പോൾ അതിനോടൊക്കെ അടുത്ത് നിൽക്കാൻ എമ്പുരാന് കഴിയുന്നു എന്ന് തന്നെ മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ. അതിനൊരു താരമേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഒറ്റ താരമേ ഉള്ളൂ അതിന് കെൽപ്പുള്ള ഒരു താരം മലയാള സിനിമയിൽ, അത് ലാലേട്ടൻ തന്നെയാണ്. അപ്പം രാജാവ് തിരിച്ചു വരുന്നു, കളക്ഷൻ റെക്കോർഡുകളെല്ലാം തിരുത്തി കുറിക്കുന്നു. അപ്പോൾ ഇനി എന്തൊക്കെ റെക്കോർഡുകൾ തകരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. ഇത് കേട്ട് കഴിയുമ്പോഴേ ചിലവർക്കൊക്കെ ഹാലിളകും. അതുപോലെ തന്നെ
കൃമികടി ഉണ്ടാകും. അവരോടെല്ലാം എനിക്ക് സ്നേഹപൂർവ്വം പറയാനുള്ളത് അതൊക്കെ അടക്കി ഒതുക്കി എങ്ങനെയെങ്കിലും ഇരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പടം ഒന്ന് ഇറങ്ങട്ടെ, പടം ഇറങ്ങിക്കഴിഞ്ഞ് കാണാം അല്ലേ. അപ്പം മറ്റൊരു വിശേഷവുമായി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.